എന്റെ മോനെയും കുടുംബത്തിനെയും അപമാനിക്കാൻ ശ്രമിച്ച നിനക്കൊരു ചെറിയ ചൂണ്ടുവിരൽ പ്രയോഗം ഞാൻ അങ്ങോട്ട് തരിക. നീ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിൽക്ക് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. നീ എന്തൊക്കെയാ എന്റെ മോനെയും കുടുംബത്തിനെ അപമാനിക്കണത്? ഞാൻ ഇത് നിനക്ക് കുറച്ചു നേരമായി ഓങ്ങി വെച്ചിട്ട് ഇപ്പോഴാണ് നിനക്കിത് കിട്ടാൻ പറ്റിയ സമയമായത്. ഓക്കെ, നീ കുറച്ചു നേരം ഇവിടെ നിൽക്ക് കേട്ടോ പറഞ്ഞിട്ട് അച്ഛമ്മയുടെ ചൂണ്ടുവിരൽ പ്രയോഗം മധുസൂദനിൽ പ്രയോഗിക്കുകയാണ്. മധുസൂദനനാണെങ്കിൽ ആ ചൂണ്ടുവിരൽ പ്രയോഗം തലയ്ക്ക് ബാക്കിൽ കിട്ടിയ വഴിക്ക് വായ തുറന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നല്ല രസകരമായ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വർഷയുടെ ശ്രീകാന്തിന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും ഡയമണ്ടാണ് മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് മധുസൂദനൻ രവീന്ദ്രന്റെ കുടുംബത്തിനെ കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് രവീന്ദ്രൻ തിരിച്ചു വഴക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ അച്ഛമ്മയ്ക്ക് അതൊന്നും കേട്ടിട്ട് സഹിക്കണില്ല. അച്ഛമ്മ മധുസൂദനുള്ള എന്തായാലും പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ കൂടി സംസാരിക്കുന്ന സമയത്ത് രവീന്ദ്രനെ കളിയാക്കി, ഞാൻ എൻ്റെ മോൾക്ക് ഡയമണ്ടാ കൊടുത്തത്, നിങ്ങൾ എന്താ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മധുസൂദനന് ഫോൺ വരികയാണ്. ഫോൺ വരുമ്പോൾ ഹലോ, പറയടാ, പറയും മോനെ. അതെ, ഞാനിവിടെ എൻ്റെ മോളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനിലാണ്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വന്നോന്നല്ല, നിനക്കറിയാലോ ഒരു കൾച്ചർ ഇല്ലാത്ത ഫാമിലിക്കാണ് എൻ്റെ മോള് വന്നേക്കുന്നത്. ലവ് മാരേജ് അല്ലേ ഉണ്ടായിരുന്നത്, ഒരു കൾച്ചർ ഇല്ലാത്ത ആളുകളാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് ദേഷ്യം സഹിക്കണില്ല. അപ്പോഴേക്ക് അടുത്തുനിന്ന് എല്ലാവരും പോയി അച്ഛമ്മ പറയും, ഇപ്പം ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ മെല്ലെ പോയി മധുസൂദനന്റെ കഴുത്തിന്റെ ബാക്കിൽ, തലയുടെ ബാക്കിൽ പോയിട്ട് ഒരൊറ്റ ചൂണ്ടുവിരൽ പ്രയോഗം അങ്ങോട്ട് നടത്തുന്നതോടുകൂടി മധുസൂദനൻ പെട്ടെന്ന് വാ തുറന്നിട്ട് ആകെ അത് എന്താ പറയുക, ശവം കണക്ക് അങ്ങനെ നിൽക്കുകയാണ്. ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ കേക്ക് കഷ്ണം ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വിറച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ പറയും, നീ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നീ എന്താ എൻ്റെ മോനെയും കുടുംബത്തിനെയും കുറച്ച് നേരമായി നീ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയെന്ന് വെച്ചിട്ടാടാ ഇത് കേട്ടോണ്ടിരിക്കുക, ഇനി നീ അവിടെ നിൽക്കുക വേണ്ട. അച്ഛമ്മ ഒന്നും അറിയാത്ത പോലെ ഫംഗ്ഷനിലേക്ക് പോവാണ്. ഈ സമയത്ത് സ്റ്റേജിൽ വർഷി ശ്രീകാന്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് പറയുന്ന അടുത്തതായിട്ട് മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് കേൾക്കാം. വേറെ ആരുമല്ല, എൻ്റെ ഏട്ടൻ സച്ചിയേട്ടനാണ് പാടണത്. എന്നിട്ട് സച്ചിനെ വേദിയിലേക്ക് വിളിച്ചിട്ട് സച്ചി വേദിയിൽ വരുന്നു. വേദിയിൽ വന്നിട്ട് പൂനില്ല മഴ പാട്ട് പാടണം. അതിൻ്റെ ഒപ്പം രേവതിനെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് രേവതിയും പാട്ട് പാടുക. അങ്ങനെ രണ്ടുപേരും കൂടി പാട്ട് പാടണം. അതിൻ്റെ ഒപ്പം അവർക്ക് ചുറ്റും നടന്ന് വർഷി ശ്രീകാന്ത് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയാണ്. അച്ഛമ്മ വന്ന് നിന്നിട്ട് അച്ഛമ്മ ഒന്നും സംഭവിക്കാത്ത പോലെ ഇവരുടെ എല്ലാ ആഘോഷത്തിലും വളരെയധികം ഹാപ്പിയോട് കൂടിയിട്ട് പങ്കുചേരുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ മധുസൂദനെ കാണുന്നുണ്ട്. മധുസൂദൻ എപ്പോഴും വായും തുറന്ന് ചെവിയിൽ ഫോണും ഒരു കയ്യിൽ കേക്കും പിടിച്ചിങ്ങനെ വിറച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഫോൺ വിളി മതിയാക്കിയിട്ട് ആ കേക്ക് കഴിക്കുക, കേക്കൊക്കെ ഇപ്പം മെൽട്ടായി പോകുന്നു പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും പാട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞു. ശ്രുതിയും എല്ലാവരും ഇവരുടെ പാട്ട് കേട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും വളരെയധികം ആഘോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് പരിപാടി പങ്കെടുക്കുന്നത്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് സച്ചിനെ രേവതിനെ അഭിനന്ദിക്കേണ്ട, നന്നായിട്ടുണ്ടായിരുന്നു പാട്ട് പറയേണ്ട. അച്ഛമ്മ വന്നിട്ട് പറയേണ്ട, മക്കളെ അടിപൊളിയായിട്ട് ആ പാട്ട് എന്ത് രസമായിട്ട് നീ പാടി, നീ പാടുന്നു എനിക്കറിയാം, പക്ഷെ ഇത്ര മനോഹരമായിട്ട് അച്ഛമ്മയുടെ മോൻ പാടുന്ന അച്ഛമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. രേവതി നന്നായി പാടിയിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെ അഭിനന്ദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് പെട്ടെന്ന് വർഷയുടെ അമ്മ മഹിമ വന്നിട്ട് ചോദിക്കുകയാണ്, മോളെ വർഷ നീ അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ചിലപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോയിണ്ടാവും എന്ന് പറയാണ്. എന്നോട് പറയാതെ അങ്ങനെ സംഭവിക്കില്ല, ഞാൻ എന്തായാലും ഒന്നുകൂടി പോയി നോക്കട്ടെ പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോകുമ്പോൾ അച്ഛമ്മ തനിയെ നിന്നിട്ട് പറയണം, അയ്യോ അയാൾ അവിടെ നിൽക്കണ കാര്യം ഞാൻ മറന്നല്ലോ, ഞാനാണല്ലോ അയാളെ അവിടെ നിർത്തി പറഞ്ഞിട്ട് അച്ഛമ്മ വേഗം മധുസൂദനൻ നിൽക്കണ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ സച്ചി രേവതിയും കൂടിയിട്ട് ഇങ്ങനെ, ഇത് എവിടേക്കാണ് ഈ അച്ഛമ്മ പോകണമെന്ന് ചോദിച്ചിട്ട് സച്ചി രേവതി അച്ഛമ്മയുടെ പിന്നാലെ പോവാണ്. അച്ഛമ്മയുടെ പിന്നാലെ പോകുമ്പോൾ അവർ കാണുന്നത് മധുസൂദനൻ ഇങ്ങനെ ഒരു ചെവിയിൽ ഫോണും വെച്ച് വായും തുറന്ന് ഒരു കയ്യിൽ കേക്ക് കഷ്ണം പിടിച്ചിട്ട് ഇങ്ങനെ ശവം പോലെ നിൽക്കണ കാഴ്ചയാണ്. ഇങ്ങനെ സ്റ്റാച്യു പോലെ, പ്രതിമ പോലെ നിൽക്കണ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് പറയണേ, നിനക്ക് മനസ്സിലായില്ല എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുന്നു, ഇനി മേലെ നീ എന്നെ, എൻ്റെ കുടുംബത്തിനെ, എൻ്റെ മോൻ്റെ കുടുംബത്തിനെ നീ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നീ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ ഇപ്രാവശ്യത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം, നിന്നോട് ക്ഷമിച്ചേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങനെ ചൂണ്ടുവിരൽ പ്രയോഗം വീണ്ടും നടത്തിയിട്ട് മധുസൂദനനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മധുസൂദനൻ അവിടുന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആകെ ഞെട്ടി വരച്ചിട്ടാണ് സച്ചി രേവതി നിൽക്കണത് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ അച്ഛമ്മ ഇത്, എന്താ അച്ഛമ്മ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ചൂണ്ടുവിരൽ പ്രയോഗം. ചൂണ്ടുവിരൽ പ്രയോഗവും ചോദിക്കുകയാണ് രേവതി. അതേ മോളെ,
അവൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് എൻ്റെ മോനെ കുടുംബത്തിന് കളിയാക്കല്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു, നീ ഇതൊന്നും കേട്ട് സഹിച്ച് നിൽക്കില്ലായിരുന്നു. അവൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് എത്രയെന്ന് വെച്ചാൽ കണ്ടും കേട്ടും നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന ഇതല്ലേ ഉള്ളൂ, അത് ഞാൻ അങ്ങോട്ട് ചെയ്ത് പറയുമ്പോൾ അച്ഛമ്മ ഒരു ഭയങ്കര സംഭവം തന്നെ എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ പറയും അതെ അച്ഛമ്മ ഇത് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ വയ്ക്കുമ്പോൾ നിനക്കിത് ഞാൻ പഠിപ്പിച്ചു തരില്ല, പക്ഷെ ഞാൻ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, എൻ്റെ രേവതി മോൾക്ക് പറയും. അപ്പോൾ രേവതി പറയും ശരി അച്ഛമ്മ എനിക്ക് പഠിപ്പിച്ചു തരണം കേട്ടോ, ഇങ്ങനെ ചില ചൂണ്ടുവിരൽ പ്രയോഗങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാ, എന്നെ വഴക്കൂടും ശാസിക്കും വരുന്നവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ എനിക്ക് നല്ലതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ അർത്ഥവത്തായിട്ട് സച്ചിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഒന്ന് പകച്ച പോലെ നിൽക്കുകയാണേ. അങ്ങനെ ആ ഭാഗം അവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവുവിനെയാണ്. ദേവു ഒരു പ്രണയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ദേവുവിൻ്റെ ഫോൺ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ദേവുവിനൊരു കോളിലാണ്, ടെലിഫോൺ കോളിലാണ്. അപ്പോൾ ദേവു ഇങ്ങനെ പറയുന്നുണ്ട് അതേ ഞാൻ ഉച്ച കഴിഞ്ഞ് പാർക്കിലേക്ക് വരാം, അവിടെ വെച്ച് കാണാം, ആരും അറിയരുതിട്ട്, എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം എൻ്റെ ചേച്ചി പൂ വിൽക്കല ജോലി എന്നറിയാലോ, സച്ചേട്ടൻ ഡ്രൈവറാന്നറിയാലോ ചേച്ചിയുടെ ഭർത്താവ്, അപ്പോൾ അവരെപ്പോഴും പുറത്തുണ്ടാവും, അവർ കണ്ണ് വെട്ടിച്ചിട്ട് വേണം നമുക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലാവും ദേവുവിന് എന്തോ ഒരു പ്രണയത്തിൽ ചെന്ന് കുടുങ്ങി കിടക്കുകയാണെന്ന് അപ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ ദേവു പറയണ്ടോ ഇത്രയൊക്കെ വർക്കിനോട് ഇത്ര ആത്മാർത്ഥത വേണം, അതൊന്നും ശരിയാവില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരി ഞാൻ വെക്കാന്ന് പറയുന്നുണ്ട് ദേവു. അങ്ങനെ അവരുടെ ആ ഒരു സംസാരത്തിൽ തന്നെ ദേവുവിന് ആരും അറിയാത്തൊരു പ്രണയം ദേവുവിൻ്റെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ദേവു ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ദേവുവിൻ്റെ അമ്മ വന്നിട്ട് മോളെ ഭക്ഷണം കഴിക്കാവാ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ദേവു ഇങ്ങനെ മെല്ലെ പറയാണ് ഫോണിൽ, അതേ അമ്മ വന്നിട്ട് ഞാൻ വെക്കുക പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവു ഫോൺ വെക്കുകയാണ്. ഇതിന്നൊക്കെ തന്നെ നമുക്ക് ദേവുവിൻ്റെ കള്ളത്തരം മനസ്സിലാവും. അങ്ങനെ ദേവു ഭക്ഷണം കഴിക്കാൻ പോയി ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ ആരായിരുന്നു, കുറേ നേരമായല്ലോ നീ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയുമ്പോൾ പറയാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയെ, അവൾ ലീവാണ്, അപ്പോൾ അവളുടെ ജോലിയും കൂടി ഞാൻ ചെയ്യണം, അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് വന്നിരിക്കുന്നുണ്ട് ഭക്ഷണം. ശരത്ത് ചോദിച്ചു എന്താ അമ്മേ വർഷ ചേച്ചിയുടെയും ശ്രീകാന്തേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളാരും പോകാൻ ഞാൻ നിങ്ങളോട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ചോദിക്കുമ്പോൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളോട് വരണ്ടാന്ന് രേവതി മോള് വിളിച്ചു പറഞ്ഞു പറയാണ്. ആ ചേച്ചിക്ക് അറിയാം, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ വർഷയുടെ അമ്മയും അച്ഛനും കളിയാക്കുന്നു അപമാനിക്കുന്നു ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ചേച്ചി വരണ്ടാന്ന് പറഞ്ഞതെന്ന് പറയാണ്. അപ്പൊ ദേവു പറയാണ് എന്നാലും അത് കഷ്ടമായി, വർഷ ശ്രീകാന്തും നല്ല നല്ല ജോഡി, അവര് നല്ല സ്നേഹമുള്ളവരാ, അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് പോവാഞ്ഞത് ഭയങ്കര മോശമായി, എനിക്ക് ഭയങ്കര വിഷമായി എന്നൊക്കെ പറയാണ് വർഷ. അപ്പോൾ ശരത്ത് ചോദിക്കണം അത് ശരി, അപ്പൊ നിനക്ക് വിഷമം എന്താ, എങ്ങനെ വല്ലതും കല്യാണം കഴിക്കാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഒന്നും പറയണില്ല കേട്ടോ ദേവു. അപ്പോൾ പറയാണ് ലക്ഷ്മി പറയാണ്, ദേവതിയുടെ അമ്മ പറയാണ് കാര്യം എന്തായാലും അവർ ചെയ്ത് തീരെ ശരിയല്ല, ഒരിക്കലും ഇത്രയും കാലം വളർത്തി വലുതാക്കിയ വീട്ടുകാർ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ട് സ്നേഹിച്ച ചെക്കൻ്റെ ഒപ്പം പോകാൻ പാടില്ല എന്ന് അവർ ചെയ്ത് തെറ്റ് തന്നെയാണ്, എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവു പറയണ അവരിപ്പോൾ കല്യാണം കഴിച്ചാൽ എന്താ അമ്മേ തെറ്റ്, അവർ നല്ല അന്തസ്സായിട്ട് ജീവിക്കണം, അവരെന്ത് ഹാപ്പി ആയിട്ട് ജീവിക്കണം, അവരുടെ ജീവിതത്തിന് എന്തോ ഒരു കുഴപ്പമെന്നൊക്കെ പറയുമ്പോൾ എന്താടി നിനക്ക് അങ്ങനെ ഞങ്ങളെയൊക്കെ ഇതാക്കിയിട്ട് വല്ല കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കാണ് ശരത്ത് ദേവുവിനോട്. സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു പറയുമ്പോൾ ദേവു ആകെ ഇരുന്ന് വയർക്കാണ്. അപ്പോൾ ലക്ഷ്മി പറയും നീ അവളെ പറ്റി ഓർത്തിട്ട് വിഷമിക്കേണ്ട ശരത്ത്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾ ഒരിക്കലും തനിയെ ഒരു പയ്യനെ കണ്ടുപിടിക്കുകയില്ല, നമ്മൾ പറയണ പയ്യനെ മാത്രം അവൾ കല്യാണം കഴിക്കുക, അത് എനിക്ക് 100% ഉറപ്പാന്ന് പറയണം, അത് ആ അമ്മയ്ക്ക് മകളോടുള്ള വിശ്വാസമാണ്, പക്ഷെ മകളുടെ അടുത്ത് കള്ളത്തരം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവുവിന് ആകെ വിഷമമാണ്. അപ്പൊ ദേവു അല്ലേ മോളെ ചോദിക്കുമ്പോൾ ആ അതെ എന്നൊക്കെ പറയണേ. പിന്നെ ദേവുവിന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അപ്പൊ ലക്ഷ്മി പറയണ മോളെ ഭക്ഷണം കഴിക്കുക പറയുമ്പോൾ ദേവു ഇങ്ങനെ കഴിക്കുക, പക്ഷെ ഇതെല്ലാം സംശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശരത്ത് വീക്ഷിക്കുന്നത്. ശരത്തിന് നല്ല സംശയമുള്ള പോലെയാണ് ശരത്ത് ഇത് വീക്ഷിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ചന്ദ്രോദയത്തിൽ എല്ലാവരും കൂടി ഹാളിൽ കൂടിയേക്കാണ്. ചന്ദ്രമതിക്ക് കാല് വേദനിച്ചിട്ട് ചന്ദ്രമതി ഇരുന്ന് ഒഴിയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കലാവതി പറയണ്ട എന്താ ചന്ദ്രയെ കാല് തീരെ വയ്യേക്കുമ്പോൾ വയ്യമ്മേ, കാല് മാത്രമല്ല ദേഹം മൊത്തം വേദനയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറയണ്ട എന്തായിരുന്നു അവിടെ കിടന്ന് തുള്ളിച്ചാറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അതിന്റെ പരിണത് എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ പറയുക രേവതി പറയേണ്ട അമ്മയെ വെള്ളം കുടിക്കുക പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കുടിക്കാൻ. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി വന്നിട്ട് എല്ലാവരോടും ചോദിക്കേണ്ട എങ്ങനെയുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, അടിപൊളിയായി ചോദിക്കുമ്പോൾ ആ നന്നായി മക്കളെ അടിപൊളിയായി എന്ന് പറയണ അച്ഛമ്മയും രവീന്ദ്രനൊക്കെ. അപ്പോൾ ശ്രുതിയും കൂടി കോണി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയണ കുറച്ചുകൂടിയൊക്കെ നേരത്തെ കഴിയായിരുന്നു, അത് ലേറ്റ് ആക്കിയതാണെന്ന് പറഞ്ഞിട്ട് വർഷയെ കൊള്ളിച്ച് പറയണം. അപ്പോൾ വർഷ പറയണ എൻ്റെ ചേച്ചി അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ അത് കഴിഞ്ഞാൽ ശരി ഇനി എല്ലാവരും പോയി കിടന്നോ, ചന്ദ്രയെ കാല് വയ്യാത്തല്ലേ കുറേ നേരം ഇരിക്കേണ്ട വാ കിടക്കാന്ന് പറയുമ്പോൾ വർഷ പറയണ ഒരു മിനിറ്റ് അങ്കിളെ എന്ന് പറഞ്ഞിട്ട് രേവതി ചേച്ചിയോട് വന്നിട്ട് പറയണ രേവതി ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് പറയണ. ഗിഫ്റ്റോ? ആ അതെ
ഞങ്ങളുടെ വെച്ച് ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് എന്നൊക്കെ പറയണം. എന്നിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കണം. അപ്പോൾ രേവതിയൊക്കെ ഇത് എന്താ വർഷം ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം, ഇതൊക്കെ എന്തിനാ വർഷം ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാന്നേ. ചേച്ചിയെ തുറന്നു നോക്കുക പറയണം. അങ്ങനെ രേവതിയെ തുറന്നു നോക്കുമ്പോൾ അതൊരു പുതിയ മൊബൈൽ ഫോണാണ്. അപ്പോൾ പറയണത് മൊബൈൽ ഫോണോ, എനിക്ക് എന്തിനാ വർഷം എത്രയും വിലയുള്ള ഫോണൊക്കെ ചോദിക്കുമ്പോൾ അതിരിക്കട്ടെ, അത് ചേച്ചിക്കോ സച്ചേട്ടനോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറയണം. അപ്പം ചന്ദ്രമതി പറയണ ഇവൾക്ക് എന്തിനാ ഇത്രയും വലിയ ഫോണൊക്കെ, ഈ പൂ കെട്ടുന്നത് ഇവള് കൈകൊണ്ടല്ലേ, അല്ലാണ്ട് ഫോണും കൊണ്ടൊന്നല്ലല്ലോ, ഇവൾക്ക് എന്തിനാ ഇപ്പൊ ഇത്ര വലിയ ഫോണൊക്കെ നിങ്ങൾ മേടിച്ചു കൊടുത്തേക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിക്ക് അത് കുശുമ്പ് കാരണം സഹിക്കാനേ പറ്റണില്ല. അപ്പൊ കലാവതി പറയാം ചന്ദ്രയ്ക്ക് കുശുമ്പ, ഇത്രയും വില കൂടിയ ഫോൺ മേടിച്ചു കൊടുത്തതിന്റെ കുശുമ്പാണെന്നൊക്കെ പറയേണ്ട കലാവതി. അപ്പൊ വർഷ പറയും ചേച്ചി പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയില്ലേ, ചേച്ചിക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾ ആരാച്ചും ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ് അപ്പൊ ശരി അങ്കിളെ ഞങ്ങൾ കിടക്കട്ടെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങനെ വർഷ ശ്രീകാന്തും പോയി കിടക്കാണ്. ശ്രുതിയും പോയിട്ട് കിടക്കണ്ട. ആദ്യമേ അവർ പോയി കിടക്കണ്ട. അത് കഴിഞ്ഞ് വർഷ ശ്രീകാന്തും പോയി കിടക്കാണ്. പക്ഷെ രേവതിക്ക് ഫോൺ കൊടുത്തതിന്റെ കുശുമ്പ് നന്നായിട്ട് ശ്രുതിക്കുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയി കിടക്കുമ്പോൾ രവീന്ദ്രൻ പറയും രവീന്ദ്രൻ പറയും ചന്ദ്രേ ഇനി എന്തിനാ നമ്മളിരിക്കണേ, വാ നമുക്ക് പോയി കിടക്കാൻ പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം കൊട്ട കണക്കിന് വീർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കലാവതി അമ്മ പറയും അതേ രേവതി മോൾക്ക് ഇത്രയും വില കൂടി ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതിന്റെ ദേഷ്യമാണ് ചന്ദ്രയുടെ മുഖത്ത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടില്ല. അപ്പൊ രേവതി പറയാണ് സച്ചേട്ടാ വാ പോവാൻ വേണ്ടിട്ട് സച്ചിനെയും കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ അവരെല്ലാവരും പോയി കിടക്കാൻ പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിന്റെ വർഷയുടെ റൂമാണ്. ശ്രീകാന്ത് ഡോറൊക്കെ അടച്ചു വന്നിട്ട് പറഞ്ഞു രാവിലെ തൊട്ട് എൻ്റെ നെഞ്ചിൽ തീയായിരുന്നു, ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റാക്ക് വന്ന് മരിക്കുമെന്നുകൂടി ഞാൻ വിചാരിച്ചു, നീ എന്ത് പണിയാ ചെയ്തെന്നൊക്കെ വർഷ പറയണം. അതൊക്കെ കഴിഞ്ഞില്ലേ ശ്രീകാന്ത്, അത് വിട്ട് കളാന്നൊക്കെ പറയാൻ. ഞാനങ്ങനെ അതെൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകുന്നില്ല പറയുമ്പോൾ ശ്രീകാന്ത് അങ്ങി അതുമ്മ പിടിച്ച് ചൊറിയാണ്ട് കിടക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് വർഷ കിടക്കുമ്പോൾ ശ്രീകാന്ത് ലാപ്ടോപ്പ് എടുത്ത് തുറന്നു വെക്കാണ്. അപ്പോൾ വർഷമൊക്കെ എന്താ നീ ചെയ്യാൻ പോണേ, ഞാൻ ഫിലിം കാണാൻ പോവാ. ഫിലിം കാണാനോ, ഇനിയിപ്പോൾ ഫിലിം ഒന്നും കാണണ്ട ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ കാണും, നിനക്കെന്താ എൻ്റെ കണ്ണുണ്ടല്ലേ ഞാൻ കാണുന്നു, നീ വേണ്ടെങ്കിൽ നീ കാണണ്ട പറയുമ്പോൾ എന്നാൽ രണ്ടുപേർക്കും കൂടി കാണാൻ പറ്റുന്ന ഫിലിം നോക്കി, ഈ ഫിലിം കാണണ്ട അത് നന്നല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ ഫിലിം ഇഷ്ടം, ഞാനിതാ കാണുന്ന പറയുമ്പോൾ ശ്രീകാന്തേ എനിക്ക് ഇഷ്ടമില്ലാത്ത പടം എന്തിനാ നീ കാണുന്ന, പടം കാണുമ്പോൾ നമുക്ക് രണ്ടുപേർ കൂടി ഒരുമിച്ച് കാണാലോ എന്ന് പറയണം. വേണ്ട നിനക്ക് ഇഷ്ടമില്ല നീ കിടന്ന് ഉറങ്ങിക്കോ, നിന്നെപ്പോൾ ആരാ നിർബന്ധിക്കണേ, എനിക്കിഷ്ടം ഇത്തിരി മസാലയൊക്കെ ഉള്ള പടം. അതെ നീ ഷെഫാണല്ലോ, ഷെഫുമാർക്കൊക്കെ മസാലയുള്ള പടങ്ങളാണല്ലോ ഇഷ്ടാവുള്ളൂ, അതുകൊണ്ടാണല്ലോ നീ ഇത് കാണാതിരിക്കുന്നത്, നിന്നെന്ന് ഞാൻ ശരിയാക്കി തരാൻ പറ്റാ ലാപ്ടോപ്പ് മേടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കണം. പക്ഷേ നീ എന്ത് പണിയാണ് കാണിച്ചേ, ആ ലാപ്ടോപ്പും കൂടി എടുക്കാൻ പറ്റും. ശ്രീകാന്ത് ആ ലാപ്ടോപ്പ് മേടിച്ചിട്ട് വീണ്ടും ഫിലിം വയ്ക്കുമ്പോൾ വർഷ പറയണേ ശ്രീകാന്തെ മര്യാദയ്ക്ക് ഇത് നിർത്തിയിട്ട് കിടക്കാൻ നിനക്ക് നല്ലത് പറയുമ്പോൾ ശ്രീകാന്ത് സമ്മതിക്കണില്ല. അങ്ങനെ അവർ തമ്മിൽ ഗംഭീര അടി നടന്നിട്ട് വർഷ ശ്രീകാന്തിനെ തലോണ എടുത്ത് അടിക്കണം, ശ്രീകാന്ത് തിരിച്ച് വർഷേനെ തലോണ എടുത്ത് അടിക്കണം. അങ്ങനെ അവർ ഗംഭീരമായിട്ട് ഒരു അടി നടന്ന് ലാസ്റ്റ് രണ്ടുപേരും കൂടി ക്ഷീണിച്ച് ബെഡിൽ കിടക്കുമ്പോൾ ശ്രീകാന്ത് പറയണ ഹാവും മതിക്ക് വയ്യാണ്ടേ ഈ പറയുമ്പോൾ ഇപ്പം നീയല്ലേ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ പറയണേ ഞാനിത് മനഃപൂർവ്വം തുടങ്ങിയതാ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഇന്നും കൂടി വഴക്കൂടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താ ഒരു ത്രില്ലുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ശ്രീകാന്ത് പറയാണ് ഞാൻ മനഃപൂർവ്വം അടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് എടുത്തിട്ടതാന്ന് പറയുമ്പോൾ വർഷ ചിരിക്കണം. എന്നാൽ നമുക്ക് കിടക്കാം ചോദിക്കുകയാണ്. കിടക്കാൻ പറയുമ്പോൾ അവരുടെ ആ ഒരു പ്രണയ നിമിഷം തുറക്കുന്ന സമയമാണ്, അവരുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം. അവർ ആ ഒരു പ്രണയത്തോടു കൂടി കണ്ണും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവർ പ്രേമത്തോടു കൂടി നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കൊക്കെ നന്ദി. നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്